പുള്ളി മണ്ടയ്ക്കുന്ന തേങ്ങായിട്ടോണ്ടിരിക്കുകയാണ്. പുള്ളി ഈ കയറുന്ന രീതി എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളി, സൂപ്പർ. എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞങ്ങളെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സിബിൻ സാർ ഇവിടെ ഇരിപ്പുണ്ട്, നമ്മുടെ സനൽ സാർ ഇവിടെ ഇരിപ്പുണ്ട്, അപ്പച്ചൻ കുളിക്കാനായിട്ട് പോയേക്കാണ്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഒരു ക്യാമ്പർ സൈറ്റിലാണ്, അതായത് ബിഗ് ഫോറിൻ്റെ ഒരു ക്യാമ്പർ 1 സൈറ്റിലാണ്. അപ്പം ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് ഞങ്ങളിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. കാരണം ഒന്നുമില്ല, ഈ പറഞ്ഞ നമ്മൾ ആദ്യമായിട്ട് താമസിക്കുന്നത് അല്ലേ ക്യാമ്പർ. വേറെ എല്ലാ രാജ്യത്തും ഉണ്ട്, നമ്മുടെ ഇന്ത്യ മാത്രം അതില്ല. പക്ഷേ ഗൾഫിലൊക്കെ ഉണ്ടോ? ഇല്ല, ഗൾഫിൽ കണ്ടിട്ടില്ല. സുബിൻ ഗൾഫിലുണ്ടായിരുന്നു, കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ മേല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ക്യാമ്പർ 1 സൈറ്റ്, എന്തിനാണ് ഈ ക്യാമ്പർ 1, എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞങ്ങളുടെ ഒരു വീഡിയോയിലേക്ക് വളരെ ഹാർദമായ സ്വാഗതം. സുബിൻ, ഈ ക്യാമ്പർ 1 ഹൗസിനെ കുറിച്ച് എന്താണ് താല്പര്യം, എന്താണ് പറയാനുള്ളത്? എനിക്ക് വളരെ ഇഷ്ടമാണ്. ഒരു ഹോട്ടലിൽ അല്ലെങ്കിൽ മോട്ടലിൽ പോയി റൂം എടുക്കുന്നേക്കാളും ഒന്ന് നല്ലൊരു അറ്റ്മോസ്ഫിയർ. ഇപ്പോൾ കണ്ടില്ലേ പാംസ്, അല്ലെങ്കിൽ ചിലപ്പോൾ ബീച്ച് സൈഡ് ആയിരിക്കും. ഞാൻ ഒരിക്കലും ബീച്ചിൻ്റെ നേരെ അടുത്തുള്ള താമസമുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ബീച്ചിൽ പോവാം അങ്ങനെ. പിന്നെ ഇതിൽ ഒന്ന് ഇപ്പോൾ നമ്മളിപ്പോൾ വന്ന മോട്ടോർ ഹോം ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് മോട്ടോർ ഹോം ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് ക്യാബിൻസ് ഉണ്ട് ഒരുപാട്, സെൽഫ് കണ്ടെയ്ൻഡ് ക്യാബിൻസ്. അപ്പോൾ അവിടെ കുക്ക് ചെയ്യാം, അതിൻ്റെ അകത്ത് പാത്രങ്ങളും എല്ലാം അവർ തരും, ഗ്യാസും എല്ലാം ഉണ്ട്, നമുക്ക് കുക്ക് ചെയ്യാം. 2 ബെഡ്റൂമൊക്കെ കാണും. ചിലപ്പോൾ പിള്ളേരെ കൊണ്ട് വരുമ്പോഴാണെങ്കിലും അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു 5-8 പേർക്കൊക്കെ ചിലപ്പോൾ കിടക്കാൻ പറ്റിയ ക്യാബിൻസ് ഉണ്ടാവും. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ആണല്ലേ കേരള. എന്താണ് ക്യാബിൻ ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായം? ഇത്രയും നമ്മളിപ്പോൾ ഒരു കുറേ സൈറ്റുകൾ കയറി, ഇതൊരു നല്ല സംഭവമല്ലേ? പിന്നെ കാരവൻ പാർക്ക് കഴിവ് സംഭവമാണ്. നമുക്കൊരു വളരെ ചീപ്പായിട്ടൊരു 4 സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്ന എല്ലാ ഫെസിലിറ്റിയും ഒരു കാരവൻ പാർക്കിൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഫാമിലി ഹോളിഡേയ്സിനൊക്കെ പറ്റിയൊരു സംഭവമാണ്. കാരണം ഈ സംഭവം ഇവർ പറഞ്ഞ കണക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇപ്പം എൻ്റെ വണ്ടി നമ്മുടെ മോട്ടോർ ഹോമാണ്. ഇതിവിടെ കൊണ്ടുവന്ന ഒരു പ്ലഗ്, അത് ഞാൻ കാണിക്കാം അങ്ങനെ കുത്തുന്നത്. ഞാൻ പല ഈ നമ്മൾ വന്ന വീഡിയോകൾ ഏകദേശം കണ്ട് കാണുമായിരിക്കും, എങ്കിലും ഒന്നും വിശദമായിട്ട് കാണിക്കുക. അത് നമ്മൾ കുത്തി നമുക്ക് എയർ കണ്ടീഷൻ വർക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ അല്ലാത്ത കാര്യങ്ങൾ ഹീറ്ററോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഈ പവർ കുത്തിയെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ. ഇതുപോലുള്ള സൈറ്റുകൾ ഇപ്പം നമ്മളൊരു 4 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പൈസ ആവും. അതേ ഫെസിലിറ്റീസ് ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മൾ ഇതാകുമ്പോൾ എയർ കണ്ടീഷനൊക്കെ കിട്ടി നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. അപ്പോൾ ഏതായാലും ഇതിൻ്റെ പരിസരങ്ങളൊക്കെ ഇത് കാണിക്കാം, എന്തൊക്കെ സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്, എന്തൊക്കെ ഫെസിലിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതുണ്ടല്ലോ, ഇതാണ് ഒരു സൈറ്റ്, ഒരു ക്യാമ്പർ 1. നമ്മുടെ വണ്ടി ഇത് അവിടെ കിടപ്പുണ്ട്. നമ്മുടെ സനൽ സാർ സിബിൻ ബ്രേക്ക്ഫാസ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നു. ചേക്ക എനിക്ക് വെച്ചേക്കണം കേട്ടാ, ഉണ്ടോ? അടിപൊളി. അപ്പച്ചൻ അതിനകത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഒരു കാരവാൻ സൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്നതല്ലോ. ഈ സ്ഥലത്ത് നമ്മുടെ വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്യും. ഇവിടെ നമ്മൾ അവരിയ്ക്കുന്ന പോണക്ക് ഇങ്ങനൊരു ചെറിയൊരു പ്ലാറ്റ്ഫോം. അതെല്ലാം ഓരോ ക്യാമ്പർ 1 സൈറ്റിൻ്റെ ഇതനുസരിച്ച്. ഇത് ബിഗ് ഫോർ എന്ന് പറഞ്ഞ ഒരുമാതിരി നമ്മുടെ ലക്ഷറി ആയിട്ടുള്ള ഒരു ക്യാമ്പർ 1 സൈറ്റാണ്. ഇതുപോലെ ചെറുതുണ്ട് വലുതുണ്ട്, പല കമ്പനികളുടെ ഉണ്ട്. ബിഗ് ഫോർ ഓസ്ട്രേലിയയിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലങ്ങളും ഉണ്ട്. ബീച്ച് സൈഡിലുണ്ട്, ഇങ്ങനെയുള്ള സിറ്റികളുണ്ട്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. 5 സ്റ്റാർ ഫെസിലിറ്റി തന്നെ ഇവർ കൊടുക്കുന്ന ഒരു റിസോർട്ടിൻ്റെ ഒരു പ്രതീതിയാണ്. പക്ഷേ നമുക്ക് വണ്ടിയാണ് ഇവിടെ പാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇങ്ങനൊരു പ്ലാറ്റ്ഫോം കാണും. ഇതുണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ അവരിയ്ക്കുന്ന കണക്ക് ചെയറൊക്കെ ഒരു ഇതൊക്കെ വെച്ച് അവർ നമുക്ക് ഫുഡ് കഴിക്കാം, റിലാക്സ് ചെയ്യാം, ഇതെല്ലാം ചെയ്യുന്നത്. ഇനി ഞാൻ അതിൻ്റെ വേസ്റ്റ് കളയുന്നത് മറ്റു സംഭവങ്ങളെല്ലാം കൂടെ ഒന്ന് കാണിക്കാം. നമ്മുടെ ഈ വണ്ടിയുടെ വേസ്റ്റ്, അതായത് ടോയ്ലറ്റിൻ്റെ വേസ്റ്റ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇത് ഓപ്പൺ ആക്കണം. ഇത് ഓപ്പൺ ആക്കിയിട്ട് അതിനകത്ത് നമുക്ക് കളയാം. പിന്നത്തെ അത് ഡംപിങ് പോയിൻ്റ് എന്നാണ് പറയുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മുടെ വേസ്റ്റ് വാട്ടർ കിട്ടുന്നുണ്ട്. ആ വേസ്റ്റ് വാട്ടർ നമുക്കിതിനകത്ത് കളയാം. അല്ലേ, ഇതാണ് ഈ സംഭവം. നമ്മുടെ വണ്ടിയുടെ പുറകിൽ അങ്ങനെ ആ സംഭവങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ആ പൈപ്പും ഉണ്ട്, ആ പൈപ്പ് ഇങ്ങോട്ട് കണക്ട് ചെയ്താൽ മതി. ഇതുപോലൊക്കെയുള്ള ഓരോ പോസ്റ്റുകൾ കാണും എല്ലായിടത്തും. ഇവിടെ ഈ സൈഡിലെല്ലാം ഇങ്ങനെ ഉള്ള പോസ്റ്റുകളൊക്കെ അവിടെ എല്ലാം ഉണ്ട് പോസ്റ്റുകൾ. ഇവിടെ നിന്നാണ് നമ്മൾ ഇലക്ട്രിസിറ്റി എടുക്കുന്നത്. ഇവിടുന്ന് ഓരോ പോസ്റ്റിൽ ഇലക്ട്രിസിറ്റി ഉണ്ട്. പിന്നെ ഡ്രിങ്കിങ് വാട്ടർ ഇവിടെ താഴെ അവൈലബിൾ ആണ്. ഇങ്ങനെ ഇലക്ട്രിസിറ്റി നമ്മൾ അവിടെ നിന്ന് എടുത്ത്
കൊണ്ടുവന്ന് നമ്മുടെ വണ്ടിയുടെ പുറകെ, നമ്മുടെ വണ്ടിയാണ് കിടക്കുന്നത്, അവിടെ കുത്തി ഞാൻ കാണിക്കാം ഇവിടെ കുത്തുന്നുള്ളത്. ഇതല്ലേ നമ്മുടെ ആ ലിഡ് വയറിൻ്റെ ഇതിവിടെ വന്നത് ഇവിടെയാണ് കുത്തുന്നത്. ഇവിടെ കുത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഫുള്ളായിട്ട് ഇലക്ട്രിസിറ്റി അകത്താൽ ആയിക്കഴിഞ്ഞു, നമ്മൾ ചെറിയ വീടായിട്ട് മാറി. പിന്നെ നമ്മുടെ മുമ്പേ പറഞ്ഞ പോലെ എയർ കണ്ടീഷന് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമുക്കിത് കുത്തിയെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അതേസമയം നമ്മൾ റോഡിൻ്റെ സൈഡിൽ ഇട്ട് കഴിഞ്ഞാൽ എയർ കണ്ടീഷൻ അങ്ങനെ കാര്യങ്ങളൊന്നും വർക്കില്ല. നമുക്ക് കിടന്ന് ഉറങ്ങാം. സ്റ്റൗ മാത്രം ബേസിക്കായിട്ട് നമുക്ക് കുക്ക് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് വർക്ക് ചെയ്യുന്നുള്ളതല്ലാതെ ഈ ഇലക്ട്രിസിറ്റിയാണ് മെയിനായിട്ടുള്ളത്. ഈ സ്ഥലം ഭയങ്കര കിടുവാണ്. ഞങ്ങളിപ്പോൾ ഈ കെയ്ൻസിലാണെന്ന് പറഞ്ഞല്ലോ. ഇത് കണ്ടില്ലേ നമ്മുടെ നാട്ടിലെ പന പനയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടുത്തെ. അത് കണ്ടൊരു പന ഉള്ളോട് നോക്കി അടിപൊളി. നമ്മുടെ കേരളത്തിൽ ചെന്ന ഒരു പ്രതീതിയാണ് കഴിഞ്ഞ വീഡിയോ കൂടെ പുറത്ത് നടക്കേണ്ടത്. പനങ്കായൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു സാധനം ഇതേ നിൽക്കുന്നു, ചെമ്പരത്തി. ഇതാണ് ചെമ്പരത്തി, കണ്ടോ? ഇതാണ് ചെമ്പരത്തി നമ്മുടെ നാട്ടിൽ. ഇത് ഞാൻ സത്യം പറഞ്ഞാൽ ഓസ്ട്രേലിയ വന്നിട്ട് ആദ്യമായിട്ടാണ് ഈ സാധനം കാണുന്നത്. ചെമ്പരത്തിപ്പൂ നമ്മുടെ നാട്ടിലെ സ്വന്തം സാധനം അല്ലേ? ചെമ്പരത്തി ഉണ്ട്. അതെ, ചെമ്പരത്തിപ്പൂ ചെവി വെക്കാൻ തോന്നുന്നുണ്ടോ? അല്ല, ഇതെന്റെ ഹൃദയമാണ്. ഹൃദയമാണോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. എനിക്ക് പിന്നെ ചുവന്ന ഹൃദയമുള്ള ആളാണ്. ചുവന്ന ഹൃദയമുള്ള ആളാണല്ലേ? എന്നാൽ കഴിച്ചാൽ നമുക്ക് പോയേക്കാം. കാപ്പിയൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. നല്ല കാപ്പിയാണ്, നല്ല കാപ്പിയാണ്. ഇന്ന് അപ്പച്ചനാണ് ഷെഫ് വൈകിട്ടത്തെ കേട്ടോ. ആയിക്കോട്ടെ. മനസ്സിലായി എങ്ങോട്ടാ പോകുന്നത്? ലോണ്ട്രി. അതെ അതെ, ഇപ്പോൾ പോയത് നന്നായത്. ഇതുണ്ട്, ഇതുകൊണ്ടുള്ള ലോണ്ട്രി എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇതിപ്പം ബിഗ് ഫോറിൻ്റെ അല്ലേ ഇത് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത്? ഇങ്ങനെയുള്ള പല കമ്പനികളുണ്ട്. ഇതിപ്പോൾ ബിഗ് ഫോറിൻ്റെ ആണ്. ഇതുണ്ടല്ലേ ഈ സംഭവം, ഇത് ലോണ്ട്രിയാണ് ഇവിടുത്തെ. ഇപ്പോൾ ലോണ്ട്രിക്ക് എല്ലാം ഉണ്ട്. ഡ്രയറുണ്ട്, നമ്മുടെ തുണി ഇവിടെ വെച്ച് കഴുകാം. അവിടെ പൈസ ഇടണമെന്ന് മാത്രമേ ഉള്ളൂ ചെറുതായിട്ടില്ല. $5 വാഷിങ്ങിന്, $5 ഡ്രയറിന്. ആ, അപ്പോൾ നമ്മുടെ തുണിയെല്ലാം നല്ല നീറ്റായിട്ട് കഴുകിക്കും. ആ, ഡിഷ് വാഷിങ് ആണല്ലോ. നമ്മുടെ തുണിയെ കഴുകുകയും ചെയ്യും അവിടെ അല്ലേ? ഡിഷ് വാഷ് ചെയ്യും അവിടെ അല്ലേ? ഇവിടെ അങ്ങനെ നല്ല ഫെസിലിറ്റീസാണ് ഇവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അപ്പുറത്തും അത് തന്നെ സംഭവം അല്ലേ? ആ, അവിടെ ഇട്ട് നമുക്ക് തുണി തേക്കാം. അത് ഫ്രീ ആണല്ലേ? അത് ഫ്രീ ആണ്. തുണി എത്ര വേണമെങ്കിലും തേക്കാം. പിന്നെ ലോണ്ട്രി ലിക്വിഡും ഡിസ്പെൻസർ സംഭവങ്ങളെല്ലാം അവിടെ നമുക്ക് എത്ര രൂപ? $2 അങ്ങനെ. $1 പോയി $2 ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് വയ്ക്കും. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളൊക്കെ കാണിച്ചാലോ? കാണിക്കാം. ഇതാണ് ടോയ്ലറ്റിലേക്കുള്ള വഴി. വളരെ മനോഹരമായിട്ടാണ് അവർ ഉണ്ടാക്കിയിട്ടേക്കുന്നുണ്ടോ, അടിപൊളി. ഇത് മുളയാണ്, ഇത് സംഭവം അല്ല, അത് പനയല്ലേ? ഈന്തപ്പനയാണോ അല്ലാതെ മറ്റന്നാണോ പറയുന്നത്? ഇതാണ് ഇവരുടെ ടോയ്ലറ്റ്. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഞാൻ കാണിക്കുക, അതിൻ്റെ അകത്തോട്ട് കയറി. ഇതാണ് ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ്. നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. അവിടെ ഇത് ഷവർ ചെയ്യുന്ന സ്ഥലം, അപ്പുറത്ത് നമ്മുടെ ടോയ്ലറ്റ് സംഭവങ്ങളെല്ലാം അവിടെ ഉണ്ട്. ഷേവ് ചെയ്യാം, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഫാനുണ്ട്, പൂക്കളൊക്കെ മുകളിൽ വെച്ചിട്ടുണ്ട്. അവിടെ ടോയ്ലറ്റ്സ് ക്ലീൻ ഡെയിലി അപ്രോക്സിമേറ്റ്ലി 1 PM 3 PM അങ്ങനെ എല്ലാ സംഭവങ്ങളും അവിടെ ഇൻഫർമേഷനും കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതെല്ലാം ക്യാബിൻസാണ്. നമ്മുടെ ഇതുപോലുള്ള ചെറിയൊരു വീടുകൾ എന്ന് വേണമെങ്കിൽ പറയാം, ചെറിയ വില്ലാസാണ്. ക്യാബിൻസ് നമുക്കിങ്ങനെ ബുക്ക് ചെയ്യാം. നമ്മുടെ ക്യാമ്പർവാൻ ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള സൈറ്റ് ബുക്ക് ചെയ്ത് നമ്മുടെ കാറുകൾ ഇവിടെ പാർക്ക് ചെയ്ത് ഓരോരുത്തരും പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് നമുക്ക്. ഇതാണ് ഇങ്ങനെയുള്ള നമ്മുടെ കാർ പാർക്ക് ചെയ്യാം. പിന്നെ ചെറിയ ക്യാബിൻ കിട്ടുകയും ചെയ്യും. ഇല്ല സാറേ, ഇവിടെ എത്ര പൂളുണ്ടെന്ന് പറഞ്ഞാൽ? 2 പൂളുണ്ടെന്ന് പറഞ്ഞു. 2 പൂൾ അല്ലേ? ഒന്ന് കിഡ്സിൻ്റെ അവിടെ ഉണ്ട്, പിന്നെ അല്ലാതെ നമുക്ക് രണ്ടിടത്തും പോയി കാണുക. ഇവിടെ എങ്ങനെയാണ് ഈ പല മുമ്പേ പറഞ്ഞ 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ക്യാമ്പർ സൈറ്റുകളുണ്ട്, അല്ല ചെറിയ ഡിസ്കവറിയുടെ ഉണ്ട് അല്ലേ? ഡിസ്കവറിൻ്റെ ഉണ്ട്, ബിഗ് ഫോറിൻ്റെ ഉണ്ട്, അങ്ങനെ പല ക്യാമ്പർ വാൻ സൈറ്റുകളുണ്ട്. ഒരു അപ്പച്ചൻ്റെ അവിടെ നിന്ന് പുല്ലൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുന്നു. പുള്ളി ഇവിടുത്തെ ഒരു മേൽനോട്ടക്കാരനാണ് എന്ന് തോന്നുന്നു. ഏതായാലും പൂളിന് അങ്ങോട്ട് പോകാം. ആ ഫെസിലിറ്റിയും കൂടെ ഒന്ന് കാണിക്കുക. ഇവിടുത്തെ ക്യാമ്പർ വാൻ സൈറ്റുകൾ സംഭവം അടിപൊളിയാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാബിൻസ് ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഈ വലിയ പൈസ കൊടുക്കാതെ ഹോട്ടലിൽ താമസിക്കാനും നമുക്ക് റിലാക്സ് ചെയ്ത് സംസാരിച്ച് ഇവിടുത്തെ ഒരു ഇംഗ്ലീഷുകാരുടെ സ്റ്റൈൽ അങ്ങനെയാണ്. നമ്മുടെ യൂറോപ്പിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലുള്ള ഇംഗ്ലീഷുകാരും എല്ലാം ഏകദേശം ഇതേ ഇല്ല. എല്ലാവർക്കും ഓരോ വീട്ടിൽ ഓരോ ക്യാമ്പർ വാനുകൾ കാണും അല്ലേ?
നമുക്ക് മാത്രമേ അങ്ങനെ മലയാളീസിനുണ്ട് കേട്ടോ, ഇല്ലത് പറയുന്നില്ല, നമ്മുടെ ഫ്രണ്ട്സിനൊന്നും ഇല്ല. ഈ പുള്ളി പറഞ്ഞാൽ മേടിക്കുന്നൊക്കെ പറയുന്നു. ഞാനൊരു ക്യാമറ മേടിക്കുന്നുണ്ടല്ലേ? വയസ്സായിട്ട് മേടിക്കാനായിട്ട്. ഓക്കെ, ആയിക്കോട്ടെ. അപ്പോൾ എനിക്ക് പറഞ്ഞാൽ മേടിക്കാം, കൂടുതൽ എനിക്കൂടെ കൂട്ടി പറഞ്ഞാൽ മേടിച്ചേക്കാം. നമ്മുടെ ഈ പുറകെ കാണുന്ന എല്ലാ ക്യാബിൻസാണ്. ഇത് സൈറ്റുകളല്ല, ആൾക്കാർക്ക് വീട് കൊടുക്കാൻ താമസിച്ച് മറ്റേ ഹോട്ടലിൽ അത്രയും പൈസ കൊടുക്കണ്ട, എന്നാൽ എല്ലാ ഫെസിലിറ്റീസും യൂസ് ചെയ്യാം. അടിപൊളി. ഏതായാലും നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ അങ്ങോട്ട് പോകാം. ഈ ക്യാമറമാൻ്റെ സൈറ്റിൻ്റെ പേരിന് ബിഗ് ഫോർ പാംഗോവോ കോക്കനട്ടോ പാംഗോവോ അങ്ങനെ കണ്ട് പേരാണ് ഇതിൻ്റെ. കണ്ട് ഇതാണ് ഇതിൻ്റെ പൂള് സൺ ലഗൂൺ. ഇല്ല, അവിടെ റൂൾസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ മുഴുവൻ ക്യാബിൻസാണ്. നമുക്ക് ഏതായാലും അങ്ങോട്ട് പോകാം. ആരും കുളിക്കുന്നില്ലെങ്കിൽ പോയി ഒന്ന് എടുക്കാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചില പിള്ളേരോട്ടൊക്കെ വരുമ്പോൾ ഓരോരോ ആക്ടിവിറ്റീസ് ഉണ്ട്. എയറോബിക്സ്, പിന്നെ ഓപ്പൺ മൂവി തിയേറ്റർ ഉണ്ട് ഇതിനകത്ത്. അതിൽ ഓരോ മൺഡേ ട്യൂസ്ഡേ ഓരോ സിനിമ, ഏത് സിനിമയാണ് അവിടെ നിന്ന് ഇടുന്നത് അവിടെ എഴുതി വെക്കും. അങ്ങനെയുള്ള ഫെസിലിറ്റീസ് എല്ലാം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഇവിടുത്തെ ഒരു ബാർബേക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. കുട്ടികളുമാർക്ക് നമുക്ക് ഇവിടെ ഇരിക്കാം. ഇരുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ രസമുണ്ട്. ഇവിടെ പിള്ളേരെ കളിപ്പിച്ച പൂളിൻ്റെ അവിടെ ഇരുന്ന മാതാപിതാക്കൾക്ക് ഇവിടെ ഇരുന്ന് ബാർബേക്ക് സൊറ പറയുകയോ അല്ലേ, ഇവിടെ ഇരുന്ന് സൊറ പറയുകയൊക്കെ ചെയ്യാം. ടെന്നീസ്, ഇത് പിന്നെ ടെന്നീസിൻ്റെ കോർട്ടാണ്. ഓപ്പൺ $10 കൊടുക്കുന്നതാണ് അല്ലേ? ബോൾ നമ്മൾ സ്വന്തമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് കയറാം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ പിള്ളേർക്ക് അങ്ങ് അവിടെ ജമ്പിങ് ഒക്കെ ചെയ്യുന്ന സ്ഥലങ്ങളെല്ലാം ഉണ്ട്. നാട്ടിലെ തെങ്ങ കയറുന്ന പാർട്ടി, അത് മോളിരിക്കും തെങ്ങ കയറുകയാണ് പുള്ളി. എങ്ങനെയാണ് തെങ്ങ കയറുന്നത് എന്നേ കാണിച്ചു തരാം. കണ്ടില്ലേ, തേങ്ങ ഇടുകയാണ് ക്രെയിൻസിൽ. പുള്ളി മടൽ വെട്ടിയിടുക. കാരണം ഓരോന്ന് ക്ലിയർ ചെയ്യണം. നമ്മുടെ നാട്ടിൽ ഇവിടെ ഇപ്പം ഇവരെ കിട്ടാനാണ് ആളില്ലാത്തല്ലോ സാറേ. നാട്ടിൽ ആളില്ലാത്ത ഇവരെ കിട്ടാറുണ്ട്. പുള്ളി എല്ലാ എക്യുപ്മെൻസും വെച്ച് മണ്ടയ്ക്ക് കയറി പുള്ളി ഇറങ്ങുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പാൻറ് ഷർട്ട് വിട്ട് തെങ്ങ കയറുന്ന ആളെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഓ, മടലയ്ക്ക. നമ്മുടെ സ്റ്റേഷൻ മടൽ കഴിച്ചോണ്ടിയാണ്. പുള്ളി നമ്മുടെ തേങ്ങാമടൽ നമ്മളൊന്നും രണ്ടെണ്ണം എടുത്തില്ല, പുള്ളി അടിപൊളിയായിട്ട് എടുത്തോട്ട് പോകുന്നത്. അടിപൊളി അല്ലേ? അതേതായാലും പൊളിച്ച് തേങ്ങ അതെ പാൻറ് ഷർട്ട് ഇട്ടുകൊണ്ട് തെങ്ങ കയറുന്ന പുള്ളി ആദ്യമായിട്ട്. പുള്ളിയെ നാട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ പുള്ളി മോളിൽ ഇപ്പം വേണ്ട, പുള്ളി അതിൻ്റെ മുകളിലുണ്ട്. പുള്ളിയെ നാട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ലൊരു പണിയാണ് അല്ലേ? ഇപ്പോൾ തെങ്ങ കയറുന്ന ആൾക്കാർ, അല്ലെ തെങ്ങ കയറുന്ന ആൾക്കാർ ഇപ്പം തേങ്ങ ഇടാൻ ആൾക്കാരെ കിട്ടാനില്ല അല്ലേ? അപ്പോൾ പുള്ളി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഇവിടെ വന്നപ്പോൾ നല്ലൊരു കാഴ്ചയായി. ആദ്യമായിട്ട് ഓസ്ട്രേലിയയിൽ വന്ന് തേങ്ങയും കള്ളിയത്ത് മാത്രം ഉണ്ടെന്ന് തോന്നുന്നില്ല. അവർ പഠിപ്പിച്ചാൽ ചിലപ്പോൾ അവരത് ചെയ്യുമായിരിക്കും. What's your good name, please? My name's Joseph. You From Cairns. Yeah, I'm a local. Okay, so you do the coconut and cleaning stuff and... Yeah, we do. So we clean the coconuts, and because it's in a resort, we have to make it all safe for all the, especially around the playground, all the kids. So just taking all of the seeds and the dead fronds out and stuff. And We don't get people like, if he come to our place, he can heaps of money. Oh, we might have to give you a business card. That's for sure. Thank you very much. All good. Thank you. Have a good one. പുള്ളി അതിൻ്റെ മണ്ടയ്ക്ക് ഇരിക്കാൻ പുള്ളി ഇറങ്ങുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് നോക്കണം. നമ്മുടെ നാട്ടിലെ ആ രീതി തന്നെയാണോ അല്ലയോ എന്നാണ് എനിക്കൊന്ന് അറിയേണ്ടത്. പുള്ളി ആ തെങ്ങ് ഏകദേശം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അതെ, പുള്ളി ഇറങ്ങുന്നില്ല. ഇങ്ങനെയാണ് പുള്ളി താങ്ങി ഇറങ്ങുകയാണ്. ഈ സെറ്റപ്പ് കൊള്ളാം കേട്ടോ, അടിപൊളി. ഈസി ആയിട്ട് ഇറങ്ങിപ്പോകുന്നുണ്ട്. അവിടെ എല്ലാം നമ്മുടെ വെള്ളക്കായൊക്കെ You both brothers? Wow, that's good. Two brothers. You both twins, isn't it? Look same. No, we're Oh, is it? years apart. But Okay. yeah, Okay. people normally struggle to tell us apart. Okay. That's for sure. So this is the one this used to climb in it. Oh, wow. Yeah. That's all. It goes in the tree and then you can stand. Stay up. Oh, thank you. Yeah. നമ്മുടെ തേങ്ങായും വെള്ളക്കായും തേങ്ങ ആയിട്ടില്ല, ഇവിടെ ചെറിയ സംഭവങ്ങൾ. So this is what they start like. Yeah. Little baby coconuts. Baby look. Yeah. And then, a little bit bigger. Yeah. And then a little bit bigger. Oh yeah, and then you get the very amazing. പുള്ളി തെങ്ങ കയറുന്ന ഇങ്ങനെയാണ് സംഭവം. ആ സംഭവങ്ങളെല്ലാം ഇട്ടു
ഇനിയിപ്പോൾ പുള്ളി തെങ്ങ ചവിട്ടി കയറുകയാണ്. ഈ പുള്ളി എങ്ങനെ കയറുന്നത്? ചുമ്മാ ചവിട്ടിയാണ് കയറുന്നല്ലോ. അത് കൊള്ളാം. അടിപൊളി. പുള്ളി കയറിപ്പോകുന്ന രീതിയുണ്ട്. പുള്ളി മണ്ടയ്ക്കുന്ന തേങ്ങായിട്ടോണ്ടിരിക്കുകയാണ്. പുള്ളി ഈ കയറുന്ന രീതി എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. സൂപ്പർ. ഇതല്ലേ നമ്മൾ ഈ കാരവാൻ അല്ലെങ്കിൽ ക്യാമ്പർ വാൻ സൈറ്റ് പരിചയപ്പെടുത്താൻ വന്നപ്പോൾ യാദൃച്ഛികമായിട്ട് കണ്ടതാണ്. ഞാൻ ഓർക്കുകയും ചെയ്ത് ഇങ്ങനെ ഇവിടെ തെങ്ങേറ്റക്കാരുണ്ടോ. കാരണം എല്ലാ തെങ്ങും നമ്മൾ കണ്ടതെല്ലാം ഒരുമാതിരിപ്പെട്ട നീറ്റ് ആൻഡ് ക്ലീനാണ്. അതായത് മുടിയൊക്കെ വെട്ടി നമ്മളെ ഇറക്കുന്നതുകൊണ്ടൊക്കെ ആൾക്കാർക്ക്. പക്ഷേ യാദൃച്ഛികമായിട്ട് ഞങ്ങൾ കണ്ടു. ഒരു 2 ട്വിൻ പ്രദേശമാണ്. ട്വിൻസ് അല്ല പ്രദേശമാണ്. ഒരു 2 പേരും കണ്ടാൽ ഒരുപാട് ഇരിക്കുന്നു. അവരുടെ ബിസിനസ്സാണിത്. ഓരോ ഇതുകൊണ്ടുള്ള റിസോർട്ടുകളിലും അല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള സ്ഥലങ്ങളിലും വീടുകളിലൊക്കെ ഇതുണ്ടെങ്കിൽ അവർ ക്ലീൻ ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ തേങ്ങ ഇട്ട് കൊടുക്കും. നമ്മുടെ നാട്ടിൽ കിട്ടാത്ത ആൾക്കാരാണ്. പുള്ളി കയറുന്ന രീതി എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. 2 സാധനം അല്ലേ, ഈ കാലിൻ്റെ ഇടയിൽ ഇവിടെ താഴത്തെ അവിടെ ഒരു ഇങ്ങനെ ഇരിക്കുന്ന 2 കമ്പിയുണ്ട്. ആ കമ്പിയെ ചവിട്ടി പുള്ളി ഈസിയായിട്ട് ചെയ്യും. നമ്മുടെ നാട്ടിൽ വലിയ മെഷീനൊക്കെ ഉണ്ടാക്കില്ല. ഈ സംഭവം പരീക്ഷിക്കുകയാണെങ്കിലുണ്ടല്ലോ എനിക്കൊന്ന് ഇത് കിടുവാൻ തോന്നും. പുള്ളി നിസ്സാരമായിട്ട് മണ്ട കയറും. ഒരു സെക്കൻഡാകും പുള്ളി ചുമ്മാ ഇങ്ങനെ നമ്മൾ ചവിട്ടി കയറണം. ഇത് കയറി മണ്ടയ്ക്ക് വന്നു. അതായത് സംഭവം പൊളി, അടിപൊളി കേട്ടോ. ഏതായാലും ഇത് കണ്ടത് വളരെ അല്ലേ. അവരോട് ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഇന്ന് കള്ളി എത്തുന്നതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി അവർ പരീക്ഷിക്കുമെന്ന് എനിക്കറിയാൻ മേല. കാരണം ഇത്രയും തേങ്ങയുള്ള സ്ഥലം വേറെ ഓസ്ട്രേലിയയിലില്ല. എവിടെ നോക്കിയാലും തെങ്ങും മാങ്ങായും ചക്കയും എല്ലാ സംഭവങ്ങളും. ഇനി ഇച്ചിരി ഫെസിലിറ്റീസുണ്ട്, അതെല്ലാം നമുക്ക് വിളിക്കണം. ഇത് ഇവിടുത്തെ പൂളിൻ്റെ ഈ ഷവറൊക്കെ ചെയ്യുന്ന ഈ സ്ഥലം. പൂളിൽ ആൾ കുളിക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റില്ല. ഇവിടെ എന്താ അടിപൊളി ഫെസിലിറ്റീസ് ഉണ്ട്. അഡൾട്ട് ഓൺലി സ്പാ ആണ്. ഇത് ഇവിടുത്തെ ഒരു സ്പാ ആണ് കേട്ടോ. ഇത് സ്പാ ആണ്, ഇവിടുത്തെ അഡൾട്ട് ഓൺലി സ്പാ ആണ്. കുട്ടികൾക്കവിടെ പ്രവേശനമില്ല. തെങ്ങ് കണ്ടിട്ട് മനം കുളിർക്കുന്നു കേട്ടോ. പുള്ളി അവിടെ തേങ്ങ വെട്ടിക്കൊണ്ടിരിക്കുക. നല്ല സ്ഥലം, നമ്മുടെ നാട് തന്നെ ഒരു കോവളത്തൊക്കെ വന്ന പ്രതീതിയാണ്. അപ്പം ഇതാണ് ഹോളിഡേ ഇവിടുത്തെ ഒരു ക്യാമ്പർ വാൻ ഹോളിഡേ ക്യാമ്പ് അല്ലെങ്കിൽ ഒരു റിസോർട്ടെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഇതൊക്കെയാണ് ഇവിടെ ഫെസിലിറ്റീസ്. ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്, ലോണ്ടറി ഉണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ട്. ഹോട്ടലിൽ താമസിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള നമ്മുടെ മോട്ടോർ ഹോംസോ ക്യാമ്പർ വാൻ ഈവൻ നമ്മുടെ വണ്ടിക്ക് തന്നെ വന്നാൽ ഇവിടെ ക്യാബിൻസ് ഉണ്ട്. അതാണ് ഒരു പ്രത്യേകത. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. കാരണം എല്ലായിടത്തും ഹോട്ടലിൽ ഒരു സംസ്കാരമാണ് അല്ലേ, ഹോട്ടൽ സംസ്കാരമാണ്. ഇങ്ങനെ ഒരു സംഭവം നമ്മളില്ല. അതിനുള്ള ഇത് പ്രത്യേകം പ്രാവർത്തികമാവുമെന്ന് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു. ഇങ്ങനെ ഇവിടെ സെറ്റപ്പൊക്കെ ഉണ്ട്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ തേങ്ങ രീതിക്കാരെ കണ്ടത്. അതിനേക്കാളും അതിനെക്കാട്ടും വലിയൊരു സന്തോഷമായിപ്പോയി. കാരണം അവർ കയറുന്ന രീതിയൊക്കെ ഏതായാലും പൊളിയാണ് കേട്ടോ. ഇതൊരു ചെറിയ വീഡിയോ ആണ്. ഇനിയിപ്പോൾ നമ്മൾ കെയ്ൻസിൻ്റെ വിശേഷങ്ങളിലേക്കാണ് കിടക്കുന്നത്. കെയ്ൻസിൽ പോവാണ്. എന്തൊക്കെ ഉണ്ടെന്ന് എനിക്കും അറിയാൻ മേല. നമ്മുടെ ഒരു ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ടെന്ന് പറഞ്ഞാൽ പുള്ളി നമ്മുടെ വീഡിയോ കാണുന്ന ഒരാളാണ്. അദ്ദേഹം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചിരിക്കുന്നു. അപ്പോൾ കെയ്ൻസിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.